കോഴിക്കോട് ഓർക്കാട്ടേരി സ്വദേശി ഷബ്ന ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർതൃമാതാവ് നഫീസയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഷബ്നയുടെ ഭർതൃമാതാവിന്റെ സഹോദരനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ മാസം 4-ാം തീയതിയാണ് ഷബ്നയെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത്. ഷബ്നയെ മർദ്ദിച്ചതിനാണ് ഭർതൃമാതാവിന്റെ സഹോദരനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷബ്നയുടെ മരണത്തിൽ ഭർത്താവിന്റെ മാതാവ് നഫീസയ്ക്കും സഹോദരിക്കും പങ്കുണ്ടെന്നും പരാതിയിലുണ്ടായിരുന്നു. അതേസമയം സഹോദരിയും പിതാവും ഇപ്പോൾ ഒളിവിലാണ്. ഇവർ ഷബ്നയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നതായിട്ടാണ് പരാതി. തുടർന്ന് ഇവരെ പ്രതി ചേർത്തെങ്കിലും ഒളിവിൽ പോവുകയായിരുന്നു. ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് ഇന്ന് നഫീസയെ കോഴിക്കോട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷബ്നയുടെ മാതാവിന്റെയും പിതാവിന്റെയും മകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. യുവതിയുടെ മരണദിവസം മകൾ വീട്ടിലുണ്ടായിരുന്നു. ഈ ദിവസം നടന്ന വാക്കുതർക്കങ്ങളെക്കുറിച്ച് മകൾ പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നു. മാതാവ് വാതിലടച്ച് മുറിയിൽ കടന്ന ശേഷവും അസ്വാഭാവികത തോന്നിയിട്ടും വീട്ടുകാർ ഇടപെട്ടില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. പിതാവിന്റെ ബന്ധുക്കൾ മാതാവിനെ മർദ്ദിച്ചു. മുറിയിൽ കയറി വാതിലടച്ചതോടെ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ ഒന്നും ചെയ്തില്ല. പിതാവിന്റെ അമ്മാവൻ ഹനീഫ ഉമ്മയെ അടിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും 10 വയസ്സുകാരിയായ മകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഷബ്ന മരിക്കുന്നതിന് മുമ്പ് മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ ശബ്ദം കുറച്ച് സംസാരിക്കണമെന്ന് ഒരാൾ യുവതിയോട് പറയുന്നതും വീഡിയോയിലുണ്ട്. അരൂരിലെ പുളിയം വീട്ടിൽ കുനിയിൽ ഷബ്ന ഭർത്തൃവീട്ടിൽ മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവിന്റെ പേരിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവിയും ആവശ്യപ്പെട്ടിരുന്നു. വീട്ടിലെ CCTV വിദേശത്തായിരുന്ന ഭർത്താവിന്റെ മൊബൈൽ ഫോണുമായി കണക്ട് ചെയ്തതാണെന്നിരിക്കെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്ന ഭർത്താവ് ഭാര്യയ്ക്ക് കരുതൽ നൽകാനോ പരിരക്ഷയൊരുക്കാനോ തയ്യാറായിട്ടില്ല. ഭർത്താവിനും ഭർത്തൃ വീട്ടുകാർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റവും സ്ത്രീധന നിരോധന നിയമപ്രകാരമുള്ള വകുപ്പും ചേർക്കണമെന്ന് സതീദേവി പറഞ്ഞു. ഷബ്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളോടും കർമ്മസമിതി ഭാരവാഹികളോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. കേസ് അന്വേഷിക്കുന്ന വടകര ഡിവൈഎസ്പിയുമായും വനിതാ കമ്മീഷൻ അധ്യക്ഷ ഫോണിൽ കാര്യങ്ങൾ തിരക്കി. മരണം സംബന്ധിച്ച് എടച്ചേരി പോലീസിനോട് വിശദീകരണം ചോദിക്കുമെന്നും അവർ പറഞ്ഞു. ഭർതൃവീട്ടിലെ നിരന്തര പീഡനമാണ് ഷബ്ന തൂങ്ങി മരിക്കാൻ ഇടയാക്കിയതെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതി. അതേസമയം അരൂരിൽ സർവകക്ഷി യോഗം ചേർന്ന് ഷബ്നയുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി രൂപവൽക്കരിച്ചിരുന്നു. 2010-ൽ വിവാഹിതയായ ഷബ്നയ്ക്കും ഭർത്താവിനും കുട്ടിക്കും താമസിക്കാൻ വീട് വാങ്ങിച്ചു നൽകാനുള്ള ഒരുക്കത്തിലായിരുന്നു ഷബ്നയുടെ വീട്ടുകാർ.